ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പോലീസിന് നേരെയുള്ള UDF മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഷാഫി പറമ്പിലിന് നേരെ വലിയ രീതിയിലുള്ള ലാത്തി ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ പേരാമ്പ്രയിൽ സംഭവിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഈ പ്രകടനത്തിനിടയിലാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേർക്കുനേർ വരികയും അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിയുമായി പ്രവർത്തകർ എത്തുകയും ചെയ്തിരിക്കുന്നു. സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് ലാത്തി വീശി തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സംഘർഷത്തിലാണ് പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. നിരവധി പ്രവർത്തകർക്ക് ഇന്ന് പേരാമ്പ്രയിൽ പരിക്കേറ്റിരുന്നു. അതിൽ ഷാഫി പറമ്പിൽ MPക്കും ലാത്തി ചാർജിൽ പരിക്കേൽക്കുകയും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഈ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ മാർച്ച് അക്രമാസക്തമാവുകയും ഒപ്പം തന്നെ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. VP സഫാനുണ്ട് വിവരങ്ങൾ നൽകാനായി. VP സഫാൻ, ഈ രാത്രിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ലാത്തി ചാർജ് വീശിയിരിക്കുന്നു. സംഘർഷഭരിതമാണോ സെക്രട്ടേറിയറ്റ്? സെക്രട്ടേറിയറ്റ് മാർച്ച് വലിയ സംഘർഷത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 50ഓളം പ്രവർത്തകരാണ് യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ രാത്രി 10:30 പ്രതിഷേധ പ്രകടനമായി എത്തിയത്. പോലീസിന് നേരെയായിരുന്നു പ്രവർത്തകർ ആദ്യം എത്തിയത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പ്രകോപനപരമായി വലിയ പ്രതിഷേധം നടത്തുകയായിരുന്നു. അതിനിടയിലായിരുന്നു പോലീസ് ലാത്തിചാർജ് വിധിയത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ തങ്ങളുടെ MP ഷാഫി പറമ്പിലിന് പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചാണ് ഇവരുടെ ഇന്ന് രാത്രി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരിക്ക് പറ്റിയ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. DYSP അടക്കമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പോലീസിനെതിരെയാണ് മുദ്രാവാക്യം. തങ്ങളുടെ MPയെ മർദ്ദിച്ചത് പോലീസുകാരാണ്, പിണറായിയുടെ പോലീസിനെ നിലക്ക് നിർത്തുക തുടങ്ങിയ അടക്കമുള്ള മുദ്രാവാക്യം വിളിച്ചാണ് ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സംഘർഷവും അല്പം മുമ്പുണ്ടായി. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള റോഡ് ഉപരോധിച്ച് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. പരിക്കേറ്റ 2 പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് 2 തവണ നിലവിൽ ലാത്തിചാർജ് പ്രയോഗിച്ചു. ലാത്തിചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് സഫാൻ VP തിരുവനന്തപുരത്ത് നിന്നും നൽകുന്നത്. ഇന്ന് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ ലാത്തിചാർജിൽ പരിക്കേൽക്കുകയും അവിടെ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അതിൽ തിരുവനന്തപുരത്തെ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. 50ഓളം വരുന്ന പ്രവർത്തകരാണ് ഈ മാർച്ചിൽ പങ്കെടുത്തത്. ഇതിൽ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള റോഡിൽ കുത്തിയിരുന്നു കൊണ്ടാണ് പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. അതിലേക്ക് തിരിച്ചടിക്കും